നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരെ സേവിക്കാൻ ഉപയോഗിക്കൂ. വിഭജനം ഒഴിവാക്കൂ, ഐക്യം തേടൂ. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകൾ, അത് സംസാരശേഷിയാകട്ടെ, അറിവാകട്ടെ, ധനമാകട്ടെ, അതൊന്നും നമുക്ക് വേണ്ടി മാത്രം നൽകപ്പെട്ടതല്ല. അവ മറ്റുള്ളവരെ ഉയർത്താനും സമൂഹത്തിൽ സ്നേഹത്തിൻ്റെ ഐക്യത വളർത്താനുമുള്ള ഉപകരണങ്ങളാണ്. ദൈവത്തിന് പ്രകാരം പറയുന്നു, ഓരോരുത്തൻ തനിക്ക് ലഭിച്ച വരം കൊണ്ട് ദൈവത്തിന് നാനാവിധമായ കൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി തമ്മിൽ തമ്മിൽ ശുശ്രൂഷിക്കുവിൻ. 1 പത്രോസ് 4:10 ബൈബിളിലെ നെഹമ്യാവിൻ്റെ ജീവിതം ഇതിന് വലിയൊരു ഉദാഹരണമാണ്. യെരൂശലേമിൻ്റെ മതിൽ പണിയുവാൻ നെഹമ്യാവ് തൻ്റെ ഭരണ നൈപുണ്യവും നേതൃപാഠവും ഉപയോഗിച്ചു. എന്നാൽ അയാൾ അത് തനിച്ച് ചെയ്യുകയല്ല ചെയ്തത്, മറിച്ച് വിവിധ കഴിവുകളുള്ള മനുഷ്യരെ ഒന്നിപ്പിച്ചു. അവിടെ തർക്കങ്ങളോ വിഭജനമോ ഉണ്ടാകാതെ ഒരു മനസ്സോടെ പണിയാൻ നെഹമ്യാവ് ജനത്തെ പ്രേരിപ്പിച്ചു. ആ ഐക്യമാണ് തകർന്നു പോയ മതിലിനെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പണിതുയർത്തിയത്. നിങ്ങളുടെ കഴിവ് ദൈവത്തിൻ്റെ ദാനമാണ്. അത് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് ദൈവത്തിന് നിങ്ങൾ നൽകുന്ന നന്ദിയാണ്. ഐക്യം എന്നത് എല്ലാവരും ഒരുപോലെയാകുക എന്നതല്ല, മറിച്ച് വ്യത്യസ്തമായ കഴിവുകൾ ഒരേ ലക്ഷ്യത്തിനായി ഒത്തുചേരുക എന്നതാണ്. നമ്മുടെ കഴിവുകൾ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാനോ വിഭജനം ഉണ്ടാക്കാനാണോ നാം ഉപയോഗിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നാം ആ വരത്തെ ദുരുപയോഗം ചെയ്യുകയാണ്. എൻ്റെ ഉപദേശം ഇതാണ്: നിങ്ങളുടെ കഴിവുകൾ എന്ത് തന്നെയായിരുന്നാലും അത് മറ്റൊരാൾക്ക് തണലാകാൻ ഉപയോഗിക്കുക. ഗ്രൂപ്പുകളോ വിഭജനങ്ങളോ ഉണ്ടാക്കാതെ എല്ലാവരെയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സമാധാന പ്രിയനാവുക. ഐക്യമുള്ളിടത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടെന്ന് ഓർക്കുക. നിങ്ങളുടെ ജീവിതം ഐക്യത്തിൻ്റെ ഒരു പാലമായി മാറട്ടെ. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.